കോവിഡ് വാക്സിൻ ഓൺലൈനായി രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനായിട്ട് ആദ്യം തന്നെ നമ്മളുടെ സാധാരണ ടച്ച് ഫോൺ മതി. നമുക്ക് ഈ സാധാരണ ടച്ച് ഫോണിലുള്ള ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ ക്രോം നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിതിൽ സെർച്ച് ബാർ ഇതാണ് നമ്മുടെ സെർച്ച് ബാർ. ഈ കർസർ പോണത് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ covid.gov.in എന്ന് നമ്മളിതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഈ സെർച്ച് ബാറിൽ അത് നമ്മൾ എങ്ങനെയാണ് എന്ന് കാണിക്കാം. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ സെർച്ച് ബാറിൽ cowin.gov.in എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളത് സെർച്ച് ചെയ്യണം. സെർച്ച് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാം, ഈ കാണുന്നതാണ് അതിൻ്റെ വെബ്സൈറ്റ്. cowin.gov.in എന്നുള്ള ഈ വെബ്സൈറ്റ് നമുക്കിവിടെ കാണാം. ഈ വെബ്സൈറ്റിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഒരു പേജിലാണ് നമ്മൾ എത്തുന്നത്. ഈ പേജിൻ്റെ അടിയിലേക്ക് നമ്മൾ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഇവിടെ നമുക്ക് കാണാം രജിസ്റ്റർ സൈൻ ഇൻ യുവർ സെൽഫ് എന്ന് കണ്ടില്ലേ. ഇവിടെയാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. രജിസ്റ്റർ സൈൻ ഇൻ യുവർ സെൽഫ് എന്നുള്ളിടത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യണം. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാം, ഇൻ്റർനെറ്റ് ഒരു അല്പം സ്ലോ ആയതുകൊണ്ട് സംഭവിച്ചാണ്. നമുക്ക് കാണാം എൻ്റർ യുവർ മൊബൈൽ നമ്പർ എന്ന്. എൻ്റർ യുവർ മൊബൈൽ നമ്പർ എന്ന് ഇവിടെ കാണാം. ഇവിടെ നമ്മളുടെ മൊബൈൽ നമ്പർ നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇവിടെ മൊബൈൽ നമ്പർ ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ മൊബൈൽ നമ്പർ നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കാണുന്ന ഗെറ്റ് OTP എന്നുള്ള സ്ഥലത്ത് ക്ലിക്ക് ചെയ്യണം. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്തപ്പോൾ വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തന്നെ SMS നമുക്ക് കിട്ടും. SMS ആയിട്ട് OTP വരും. ഈ OTP നമ്മളിവിടെ എൻ്റർ OTP എന്ന് എഴുതിയേക്കണം ഈ ഭാഗത്ത് നമ്മൾ ചെയ്ത് കൊടുക്കണം. നമുക്കിവിടെ OTP വന്നിട്ടുണ്ട്. 523585 എന്നുള്ള OTP വന്നിട്ടുണ്ട്. നമ്മളിത് കോപ്പി ചെയ്തിട്ടുണ്ട്. കോപ്പി ചെയ്ത് ഇവിടെ എൻ്റർ OTP എന്നുള്ള സ്ഥലത്ത് പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കാണുന്ന വെരിഫൈ എന്നുള്ള സ്ഥലത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യാൻ പോവുകയാണ്. വെരിഫൈയിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഫോട്ടോ ID പ്രൂഫ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളിവിടെ സബ്മിറ്റ് ചെയ്യണം. എൻ്റെ കയ്യിലിപ്പോൾ ഉള്ളത് തിരിച്ചറിയൽ കാർഡാണ്, വോട്ടേഴ്സ് ID ആണ്. നമുക്കപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് വോട്ടേഴ്സ് ID സെലക്ട് ചെയ്യാം. ഡ്രൈവിംഗ് ലൈസൻസ്, പാൻ കാർഡ്, പാസ്പോർട്ട് അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. ഇവിടെ ഏറ്റവും താഴെയായിട്ട് വോട്ടേഴ്സ് ID എന്ന് കാണിക്കുന്നുണ്ട്. ഈ വോട്ടേഴ്സ് ID ആണ് നമ്മളിപ്പോൾ ക്ലിക്ക് ചെയ്യാൻ പോകുന്നത്. ഇനിയിപ്പോൾ വോട്ടേഴ്സ് IDയുടെ നമ്പർ ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. വോട്ടേഴ്സ് IDയുടെ നമ്പർ ഞാനൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തേക്കട്ടെ. വോട്ടേഴ്സ് IDയുടെ നമ്പർ ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കണേണ്. വോട്ടേഴ്സ് IDയുടെ നമ്പർ കൊടുത്ത് ഇനി വോട്ടേഴ്സ് IDയിൽ നമ്മളുടെ പേര് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേപടി തന്നെ കൊടുക്കണം. എങ്ങനെയാണ് വോട്ടേഴ്സ് IDയിലെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേപോലെ തന്നെ നമ്മളിതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ജെൻഡർ ഏതാണെന്ന് നമ്മളിവിടെ മാർക്ക് ചെയ്യണം. മെയിൽ മാർക്ക് ചെയ്ത് ഇനി ഡേറ്റ് ഓഫ് ബർത്തും കൂടി ഇവിടെ നമ്മൾ കൊടുക്കണം കേട്ടോ. ഡേറ്റ് ഓഫ് ബർത്തും കൂടി കൊടുത്തു കഴിഞ്ഞിട്ട് രജിസ്റ്റർ എന്ന് കാണുന്ന ഈ മഞ്ഞ സ്ഥലം കണ്ടില്ലേ, ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യണം. ആ മഞ്ഞ പോയിന്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ നമുക്ക് വന്നിട്ടുണ്ട് ഫോട്ടോ ID വോട്ടേഴ്സ് ID ആണെന്ന് വന്നിട്ടുണ്ട്. അതുപോലെ ഡോസ് 1ൻ്റെ അപ്പോയിൻമെൻറ്റ് നോട്ട് ഷെഡ്യൂൾഡ് എന്ന്. ഞാനിപ്പോൾ ഈ വീഡിയോ കാണിക്കാൻ വേണ്ടി ആണ് ഇത് ചെയ്തത്. അപ്പോൾ ഡോസ് 1 അപ്പോയിൻമെൻറ്റ് ഷെഡ്യൂൾഡ് നമുക്ക് ഇത് ഷെഡ്യൂൾ ചെയ്യണം. നമുക്ക് എന്ന് ഇത് ഫസ്റ്റ് ഡോസ് എടുക്കാൻ പോകാൻ പറ്റും എന്നുകൂടി നമ്മളിതിൽ ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് നമ്മൾ ഷെഡ്യൂൾ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുകയാണ്. ഷെഡ്യൂൾ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്തപ്പോൾ താഴെ ഒരു യെല്ലോ കളറിലുള്ള ഷെഡ്യൂൾ നൗ എന്ന് വന്നിട്ടുണ്ട്. അവിടെ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം.
ഷെഡ്യൂൾ നൗ ഇവിടെ ബൈ ഡിസ്ട്രിക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഡിസ്ട്രിക്റ്റ് ബേസ് വരും. അതല്ല നിങ്ങളുടെ തൊട്ടടുത്ത സ്ഥലം വേണമെന്നുണ്ടെങ്കിൽ എൻ്റർ യുവർ പിൻകോഡ് എന്ന് പറഞ്ഞിട്ടുള്ള സെർച്ച് ബാർ ഉണ്ട്. ഈ സെർച്ച് ബാറിൽ തന്നെ വെറുതെ നമ്മൾ പിൻകോഡ് അടിച്ചു കൊടുക്കുക. എൻ്റെ പിൻകോഡ് എന്ന് പറഞ്ഞാൽ 68 20 32 ആണ്. ഇവിടെ വല്ല സെൻറ്റർ ഉണ്ടാകുന്ന നമുക്ക് നോക്കാം. ഇവിടെ നോ അപ്പോയിൻമെൻറ്റ് ഈസ് അവൈലബിൾ എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് പരിസരത്ത് 68 20 32 തമ്മനം പോസ്റ്റ് ഓഫീസിൻ്റെ ആ പിൻകോഡ് വരുന്ന പരിധിയിൽ എനിക്ക് സെൻറ്റർ ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഡിസ്ട്രിക്റ്റ് ബേസിൽ സെർച്ച് ചെയ്യേണ്ടി വരും. അതിനായിട്ട് സെർച്ച് ഡിസ്ട്രിക്റ്റ് ബൈ എന്ന് കാണുന്നില്ലേ, അവിടെ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മളുടെ സ്റ്റേറ്റ് ഏതാണെന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ കേരളം അതിൽ സെലക്ട് ചെയ്ത് കൊടുക്കണം. കേരളം സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഡിസ്ട്രിക്റ്റ് ഏതാണെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം. ആലപ്പുഴ കഴിഞ്ഞാൽ തൊട്ടടിയിൽ എറണാകുളം കിടപ്പുണ്ട്. നമ്മൾ എറണാകുളം സെലക്ട് ചെയ്ത് കൊടുത്ത് എറണാകുളം സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് സെർച്ച് ചെയ്യണം. നമ്മൾ സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ ബിനാനിപുരം ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ബിനാനിപുരം ആണ് ഇവിടെ ഞാൻ നോക്കിയിട്ട് അടുത്തായിട്ട് കാണുന്നത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ, ഈ ബ്ലൂ കളറിൽ കാണുന്നില്ലേ, അതൊക്കെ പൈസ കൊടുക്കേണ്ടതാണ്. ബ്ലൂ കളറിൽ ലെറ്റർ വന്നിട്ടുള്ളത്. ആ ഗ്രീൻ കളറ് മാത്രമുള്ളതാണ് നമുക്ക് ഫ്രീ ആയിട്ട് ഉള്ളതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ആ ബ്ലൂ കളറിലുള്ള പറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങൾ എല്ലാം പൈസ കൊടുക്കണം, അത് ശ്രദ്ധിക്കണം. അപ്പോൾ ബിനാനിപുരം FHC എന്ന് പറഞ്ഞ സ്ഥലത്ത് ബുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അവിടെ ആണെങ്കിൽ അത്യാവശ്യം അവിടെ ഡോസ് ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് ഇനി നമുക്ക് ടൈമാണ് ഇവിടെ കൊടുക്കേണ്ടത്. 9 AM to 10 AM, 10 AM to 11 AM, 11 AM to 12 AM, അങ്ങനെ 2 മണി വരെയുള്ള ടൈമുണ്ട്. ഇതിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തിട്ട് കൺഫേം ചെയ്യുക. കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ രജിസ്ട്രേഷൻ പൂർണ്ണമായെന്ന് അർത്ഥം. എന്നിട്ട് ആ ടൈമിൽ പറഞ്ഞ ഡേറ്റിൽ പറഞ്ഞ ടൈമിൽ അവിടെ എത്തിയാൽ നമ്മളുടെ വാക്സിൻ നമുക്ക് കിട്ടും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി, അതായത് രണ്ടാമത്തെ ഡോസ് എങ്ങനെയാണ് ബുക്ക് ചെയ്യുന്നതെന്നും അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഫസ്റ്റിൻ്റെ സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് കിട്ടുന്നതൊക്കെ പറഞ്ഞുകൊണ്ടുള്ള അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി.